SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് മോശമായി പരാമർശം നടത്തിയത് ശ്രദ്ധ നേടാനും രാഷ്ട്രീയ മുതലെടുപ്പിനും വേണ്ടിയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLA. വഖഫ് ബില്ലിനെ എതിർക്കുമെന്നും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും മുനമ്പത്തെ പ്രശ്നം കേരളത്തിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശത്തിന് ഒരു പൂച്ചയുടെ പിന്തുണ പോലും കിട്ടിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു. ശ്രദ്ധ നേടാനും രാഷ്ട്രീയ മുതലെടുപ്പിനും വേണ്ടിയാണ് ഈ പ്രസ്താവന നടത്തിയത്. ഇത് കേരളത്തിൽ വിലപോകില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആ പ്രസ്താവന ഇന്നലെ വന്നതിന് ശേഷം ഒരു പൂച്ചക്കുട്ടിയുടെ പിന്തുണ അതിന് കിട്ടിയോ? ആരും അതിനെ പിന്തുണച്ചോ നല്ല അഭിപ്രായം പറയുകയോ ചെയ്തില്ലല്ലോ. അത് മാത്രമല്ല, കേരളമല്ലേ ഇത്. കേരളത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടത്തുന്നതാണ്. അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, ന്യൂസിനൊക്കെ വേണ്ടിയിട്ട്, പൊളിറ്റിക്കൽ മുതലെടുപ്പിന് ഇത് ഉതകും എന്നൊക്കെ കരുതി പാവം ഇങ്ങനത്തെ പ്രസ്താവന ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരറിയുന്നില്ല അവർക്ക് ഇത് കേരളമാണ്, കേരളത്തിലുള്ള എന്തിനേയും പോവുകയുള്ളൂ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് മത്സരിച്ചല്ലോ. മലപ്പുറം ജില്ല ഉൾക്കൊള്ളുന്ന 3 മണ്ഡലം ഉൾക്കൊള്ളുന്ന വയനാട് മത്സരിച്ചല്ലോ. ഇവിടുന്ന് കിട്ടിയ വോട്ട് എത്ര? നോട്ടൊക്കെ കിട്ടിയ അത്ര വോട്ടില്ല. ഇവരൊക്കെ പിന്തുണ അത്ര ഉണ്ട് ഇവിടെ. ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ നിന്ന് അവർക്ക് എത്ര വോട്ട് കിട്ടി? വളരെ കുറച്ച്, നാമമാത്രമായ വോട്ട്. ഇതാണ് ഇവരൊക്കെ പിന്തുണ. ഇവരങ്ങോട്ട് പ്രസ്താവന ഇറക്കിയാൽ ഇവിടെ ഭൂമി കുലുങ്ങുമെന്ന് അവർ വിചാരിക്കല്ലേ. അത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി. ചെലവില്ലാതെ നടത്തിയ മോശമായ വൃത്തികെട്ട പ്രസ്താവനയാണിത്. ഇത്തരം പ്രസ്താവനകൾ സമൂഹം തള്ളിക്കളഞ്ഞെന്നും മാധ്യമങ്ങൾ ചർച്ചക്കെടുക്കേണ്ടതില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. അതെ, ചർച്ചയാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത്രയും വൃത്തികെട്ട, ഇത്രയും നിലവാരം കുറഞ്ഞ പ്രസ്താവനകൾ മുഖ്യ മാധ്യമങ്ങളും ബാക്കിയുള്ളവരൊക്കെ ചർച്ച ആക്കുന്നതിനോട് തന്നെ എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ദി ലെസ് വി ടോക്ക് ദി ബെറ്റർ. അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത്. ഇതാരെങ്കിലുമൊക്കെ പോകുമല്ലോ. കാരണം ഇത്തരം പ്രസ്താവന സമൂഹത്തിന് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ലീഗൽ നടപടിയായിട്ട് മുന്നോട്ട് പോകും. സ്വാഭാവികമാണ്. ഞാൻ കേസ് എടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ ഞാനൊരു ന്യൂസ് വാല്യൂ കിട്ടും. അത് വേണ്ട. അല്ലാതെ തന്നെ നോക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത്ര വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ സമൂഹം മൊത്തത്തിൽ പ്രതികരിക്കും. വഖഫ് ബില്ലിനെ മുസ്ലിം ലീഗ് ശക്തമായി എതിർക്കും. ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണി ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. സുപ്രീം കോടതിയിൽ നിയമപരമായി ചോദ്യം ചെയ്യും. മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിൽ തന്നെ സാധിക്കും. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകുമെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. വഖഫ് ബില്ല് ഒരു മൈനോറിറ്റി റൈറ്റിൻ്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെ അത് ഒരു ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ്. അതുകൊണ്ട് വഖഫ് ബിൽ അമെൻമെൻറ്റിനെ അതിശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും. ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളുടെയും സ്റ്റാൻഡ് അതുതന്നെയാണ്. അതിനകത്ത് യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല. അപ്പോൾ പാർലമെൻറ്റ് ഭൂരിപക്ഷപ്രകാരം ഇത്തരം നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ പിന്നെ കരണീയമായിട്ടുള്ളത് അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഭരണഘടനാപരമായി ആ പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല വക്കീലിനെ വെച്ച് ഏറ്റവും നല്ല നിലയിൽ തന്നെ ഞങ്ങൾ ഈ അമെൻമെൻറ്റിനെ ചോദ്യം ചെയ്യും. മുനമ്പത്തെ പ്രശ്നത്തെക്കുറിച്ചാണ് ചോദിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ തന്നെ സാധിക്കും എന്നുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ നാളെ അത് സംബന്ധിച്ചുള്ള കേസ് ഹൈക്കോടതിയിൽ വരിക, ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ വരിക. ഗവൺമെൻറ് തന്നെ പറഞ്ഞല്ലോ, കേരള ഗവൺമെൻറ്റിന് അധികാരമുണ്ട്, ഞങ്ങൾ പരിഹരിച്ചോളാന്നാണല്ലോ കോടതിയിൽ ഇപ്പോൾ ഗവൺമെൻറ് വാദിച്ചത്. നാളെ വാദിക്കാൻ പോകണം. അതാണ് സ്വാഭാവികമായി വന്ന സിംഗിൾ ബെഞ്ചിൻ്റെ സ്റ്റേ വിധിക്ക് ഒരു പക്ഷേ സ്റ്റേ ചെയ്യപ്പെടും. നാളെ സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്. സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വക്കീൽമാരൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിഷയം കേരള ഗവൺമെൻറ്റിന് തന്നെ പരിഹരിക്കാൻ കഴിയും, ഒരു സംശയവുമില്ല. ഞങ്ങൾ അതിന് വേണ്ട പിന്തുണ കൊടുക്കുക എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. മുനമ്പം പ്രശ്നം രമ്യമായി പരിഹരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡിൽ ഒരു വ്യത്യാസവുമില്ല. അതിലെല്ലാവിധ സഹകരണം ഗവൺമെൻറ്റിന് കൊടുക്കും, കേരള ഗവൺമെൻറ്റിന് കൊടുക്കും.
ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ. BKCC Heart Hospital, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ. ഫോൺ 9746 722 922 9746 622 922.